ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൂശിലെ 7 മൊഴികൾ. യഹൂദന്മാർ യേശുവിനെ 2 കള്ളന്മാരോടൊപ്പം കുരിശിൽ തറച്ചു. യേശുവിനെ കുരിശിൽ തറച്ചതു മുതൽ മരിക്കുന്നത് വരെയുള്ള 3 മണിക്കൂർ സമയം യേശു പറഞ്ഞ വാക്കുകളെയാണ് ക്രൂശിലെ 7 മൊഴികൾ എന്ന് പറയുന്നത്. യേശുവിൻ്റെ അവസാന വാക്കുകൾ, യേശുവിൻ്റെ 7 മരണമൊഴികൾ എന്നൊക്കെ ഈ വാക്യങ്ങൾ അറിയപ്പെടുന്നു. ക്രൂശിലെ ഈ 7 മൊഴികളെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ക്രൂശിലെ 1-ാമത്തെ മൊഴി. പിതാവേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. തന്നോട് ക്രൂരമായി പെരുമാറുകയും തന്നെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നവരോട് യേശു ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രൂശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ച യേശു ക്രൂശിലെ ഈ മൊഴിയിലൂടെ ക്ഷമയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ക്രൂശിലെ 2-ാമത്തെ മൊഴി. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മനുഷ്യകുലത്തിന് മുഴുവൻ പ്രത്യാശ നൽകുന്ന വാഗ്ദാനമാണ് ഈ വചനഭാഗം. യേശുവിനെ അവൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കുന്നവർക്കുള്ള ഉറപ്പാണിത്. ആദ്യ മനുഷ്യനായ ആദം നഷ്ടപ്പെടുത്തിയ പറുദീസയുടെ അനുഭവം 2-ാമത്തെ ആദമായ യേശു ക്രിസ്തു നമുക്ക് ഉറപ്പു നൽകുന്നു. ക്രൂശിലെ 3-ാമത്തെ മൊഴി. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. തുടർന്ന് അവിടുന്ന് ശിഷ്യനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. അമ്മയും മകനും തമ്മിലുള്ള ഗാഢമായ ബന്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുരിശിൽ കിടന്ന് രക്തം വാർന്ന് മരണവേദനയോടെ പിടയുന്ന ആ സമയത്ത് പോലും ആ മകൻ തൻ്റെ മാതാവിനെ കുറിച്ച് ഓർക്കുന്നു. നമുക്കിന്ന് നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ദിവസം തോറും ഉയർന്നു വരുന്ന വൃദ്ധസദനങ്ങൾ, പണം നൽകി ഒഴിവാക്കുന്ന പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഭാരങ്ങൾ. ഈ അവസരത്തിൽ കുരിശിൽ കിടക്കുന്ന ആ മകൻ്റെയും ആ അമ്മയുടെയും ഗാഢമായ ബന്ധം എത്രത്തോളമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിലെ 4-ാമത്തെ മൊഴി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യാവതാരമെടുത്ത യേശു തൻ്റെ കഷ്ടതകൾ നീങ്ങിപ്പോകാൻ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. മാനുഷിക ഭാവത്തോടെ കഷ്ടതകൾ നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്രൂശിലെ 5-ാമത്തെ മൊഴി. എനിക്ക് ദാഹിക്കുന്നു. മാനുഷിക ഭാവത്തോടെ ദാഹജലത്തിനായി യേശു കേഴുന്നു. സകലത്തിൻ്റെയും നാഥനായ യേശുവിന് കുരിശിൽ കിടക്കുന്ന സമയത്ത് ദാഹജലത്തിനായി കിട്ടിയത് വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി മാത്രം. തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമായി എനിക്ക് ദാഹിക്കുന്നു എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ക്രൂശിലെ 6-ാമത്തെ മൊഴി. എല്ലാം പൂർത്തിയായിരിക്കുന്നു. തിരുവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് ഈ വചനഭാഗം. യേശുവിൻ്റെ ജനനം മുതൽ കുരിശു മരണം വരെയുള്ള എല്ലാ തിരുവെഴുത്തുകളുടെയും പൂർത്തീകരണമാണ് യേശുവിൻ്റെ കുരിശിലെ ബലി. കുറ്റമില്ലാത്തവൻ പാപികളായ മനുഷ്യർക്ക് വേണ്ടി കുറ്റക്കാരനായി കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ക്രൂശിലെ 7-ാമത്തെ മൊഴി. പിതാവേ, അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന വിശേഷണം സ്വീകരിച്ച് പാപികൾക്ക് വേണ്ടി കുരിശിൽ സ്വയം ബലിയായി തീർന്ന യേശു. പ്രിയ സ്നേഹിതരെ, ഈ തിരുമൊഴികളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ജീവൻ തുടിക്കുന്ന ഈ 7 മൊഴികൾ നമ്മെ സംബന്ധിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള വാതായനങ്ങളാണ്. വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി ഈ വാതായനത്തിലൂടെ പ്രവേശിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നമുക്കേവർക്കും പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.